3000 രൂപയുടെ പ്രൈസ് റേഞ്ചിൽ എനിക്കൊരു സ്മാർട്ട് വാച്ച് വേണം. ആ സ്മാർട്ട് വാച്ചിന് റൗണ്ട് ഡയൽ നിർബന്ധമായിട്ടും വേണം. റൗണ്ട് ഡയൽ മാത്രം ഉണ്ടായാൽ പോരാ, ആ ഡയൽ വലുതുമായിരിക്കണം, അതിന്റെ മുകളിലുള്ള ഗ്ലാസ് കുറച്ച് കേർവ്ഡും ആയിരിക്കണം. പക്ഷെ ബഡ്ജറ്റ് ഒന്നും എനിക്ക് കൂടാൻ പറ്റില്ല, പക്ഷെ മെറ്റാലിക് കേസിംഗ് നിർബന്ധമായിട്ടും വേണം. ഇനി എല്ലാത്തിലും ഉപരി ഞാൻ കൈ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പ്രീമിയം ആയിട്ട് തോന്നുകയും വേണം. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് NoiseFit Core. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുന്ന 2999 രൂപയ്ക്ക് ഗോനോയ്സിന്റെ സൈറ്റിൽ ഇപ്പോൾ ലോഞ്ച് ആയിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇനിഷ്യൽ ഡേയ്സിന് ഈ പ്രൈസിനും ഇനിയുള്ള ഡേയ്സിന് എത്രയോ 3499 രൂപയ്ക്കും പ്രൈസ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഈ ഒരു പ്രൊഡക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളത് നോക്കാം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 1.28 ഇഞ്ചിന്റെ 240x240 പിക്സൽസ് വരുന്ന ഒരു ടച്ച് കളർ സ്ക്രീനാണ് ഈ വാച്ചിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു റൗണ്ട് ഫേസ് വാച്ച് ആണ്. ഇനി വാച്ചിന്റെ മുകളിലുള്ള ആ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് 2.5D കേർവ്ഡും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും വളരെ നല്ലൊരു പ്രീമിയം ലുക്ക് ഈ ഒരു ഗ്ലാസ് കാരണം തരുന്നുണ്ട്. ഈ വാച്ച് കാഴ്ചയിൽ മാത്രമല്ല മെറ്റാലിക്, ആക്ച്വലി ഇതൊരു സിങ്ക് അലോയ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഡെൻസ് ആയിട്ടുള്ള, കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു പ്രീമിയംനെസ് തരുന്ന ഒരു വാച്ചും കൂടെയാണ് NoiseFit Core. ഇനി സ്റ്റൈൽ മാത്രമല്ല, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ നൈറ്റ് ഉറങ്ങുവാണെങ്കിൽ ആ ഒരു ഉറക്കം എത്രത്തോളം ഉണ്ട് എന്നറിയാനായിട്ടുള്ള സ്ലീപ്പ് മോണിറ്ററിംഗും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി സ്പോർട്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ 13 സ്പോർട്സ് മോഡുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുറേയധികം എന്താ പറയുക, ടെന്നീസ്, ബാസ്കറ്റ്ബോൾ അത്തരത്തിലുള്ളത്, പിന്നെ ഹൈക്കിങ്ങും കുറേ അധികം സ്പോർട്സ് മോഡ്സ് ഇതിനകത്ത് ഇപ്പോൾ കാണാനായിട്ട് പറ്റും. ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് IP68 വാട്ടർ പ്രൂഫും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ സാധനം വെച്ച് നമുക്ക് അത്യാവശ്യം മഴയത്തൊക്കെ പോയി കഴിഞ്ഞാലും അകത്ത് വെള്ളം കയറുന്ന പേടിയൊന്നും വേണ്ട. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 285 mAh ബാറ്ററിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു 10 ദിവസത്തിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പാണ് പറയുന്നത്. പക്ഷേ 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഇടുവാണെങ്കിൽ ഒരു 7 ദിവസം ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിന് മുകളിൽ നിങ്ങളുടെ യൂസ് അനുസരിച്ചിരിക്കും. വാച്ചിനെ കുറിച്ച് ഇത്രയും നേരം സംസാരിച്ചു, പക്ഷേ പെട്ടിക്കകത്ത് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞില്ല എന്ന് വിചാരിക്കുവാണെങ്കിൽ എല്ലാ വീഡിയോയിലും നമ്മൾ ഏറ്റവും ആദ്യം അൺബോക്സിങ് കണ്ടു കഴിഞ്ഞിട്ടല്ലേ സംസാരിക്കുന്നത് വാച്ചിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ നമുക്ക് ആദ്യം വാച്ചിനെ പറ്റി പറയാം, എന്നിട്ട് നമുക്ക് അൺബോക്സിലേക്ക് പോകാമെന്ന്. എന്തായാലും ഇതാണ് പെട്ടി. ഇതിൻ്റെ മുകളിലായിട്ട് എൻ്റെ കയ്യിലുള്ള ഈ ഒരു സിൽവർ കളറിലുള്ള വാച്ച് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേര് സിൽവർ ഗ്രേ എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബ്ലാക്ക് കളറും കൂടി ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. എല്ലാ നോയ്സ് പ്രൊഡക്റ്റുകളെയും പോലെ തന്നെ ഡിസൈൻഡ് ഇൻ ഇന്ത്യ, പിന്നെ ലിസൺ ടു ദ നോയ്സ് വിത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടിയിലിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രധാന കോൺസെൻട്രേഷൻ ബാക്കിലാണ്. ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ വാച്ചിന്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് 2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് സ്മാർട്ട് നോട്ടിഫിക്കേഷൻസും പിന്നെ ആനിമേറ്റഡ് ആയിട്ടുള്ള ക്ലൗഡ് ബേസ്ഡ് വാച്ച് ഫേസ് ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കത് കാണാം. എന്തായാലും ഓക്കെ, താഴെ കണ്ടില്ലേ NoiseFit അപ്പെക്സ് എന്ന് പറഞ്ഞ ആപ്പാണ് ഉപയോഗിക്കുന്നത്. ഈ നോയ്സിൽ ഞാൻ കണ്ട ഒരു വ്യത്യസ്തമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഓരോ വാച്ച് ഇറക്കുമ്പോഴും ഓരോ ആപ്ലിക്കേഷൻ ഇറക്കും. കഴിഞ്ഞ പ്രാവശ്യം NoiseFit അസിസ്റ്റ് ആപ്ലിക്കേഷൻ ആയിരുന്നു. അതിന് മുന്നേ NoiseFit ട്രാക്ക് ഉണ്ടായി, NoiseFit ഉണ്ടായി. ഇത് ഇപ്പോൾ ഈ വാച്ചിൻ്റെ കൂടെ NoiseFit അപ്പെക്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. പെട്ടിക്കകത്ത് ഏറ്റവും മുകളിൽ വി ആർ ഗ്രേറ്റ്ഫുൾ എന്ന് എഴുതിയിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, വാറണ്ടി കാർഡാണ്. 1 ഇയറിൻ്റെ വാറണ്ടി ഈ പ്രൊഡക്റ്റിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ അടിയിൽ സുഖസുന്ദരമായി നമ്മുടെ വാച്ച് ഇരിപ്പുണ്ട്. ഇനി പെട്ടിക്കകത്ത് നമുക്ക് ചാർജിങ് കേബിൾ, ഓക്കെ ഇപ്രാവശ്യം നല്ലൊരു പണി ചെയ്തിട്ടുണ്ട്. അതായത് ചാർജിങ് കേബിളിൻ്റെ അറ്റത്ത് USB കുത്തുന്ന സ്ഥലം കുറച്ചുകൂടി തടിയനാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ബിൽഡ് ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് യൂസർ മാനുവലും നോയ്സിൻ്റെ കുറേ സ്റ്റിക്കേഴ്സും കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പിലോ ഫോണിൻ്റെ പുറകിലോ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒട്ടിക്കാവുന്ന കുറച്ച് നോയ്സ് സ്റ്റിക്കേഴ്സും. ഓക്കെ, ഇത്രയേ ഉള്ളൂ പെട്ടിയിടത്ത്. NoiseFit അപ്പെക്സ് ആപ്ലിക്കേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ട ആപ്ലിക്കേഷൻ വെച്ചിട്ട് കുറച്ചുകൂടി ഡിഫറൻറ്റ് അപ്രോച്ച് എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഡിവൈസ് എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ കാർഡുകൾ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ വാച്ച് ഫേസ് മാറ്റാനായിട്ട് ഇതിനകത്ത് കണ്ടില്ലേ, ക്ലൗഡ് ബേസ്ഡ് ആയിട്ട് കുറേ വാച്ച് ഫേസുകൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ വാച്ച് ഫേസുകളൊക്കെ മാറ്റാനായിട്ടൊരു പ്രത്യേക കാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ, കോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ട്, മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ട്, ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻസ്, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അലാംസ് വെക്കാനോ സെഡൻറ്ററി റിമൈൻഡർ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പഴയ ആപ്ലിക്കേഷന് നല്ല രീതിയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇനി പെയറിംഗ് പ്രോസസ് വളരെ സീംലെസ് ആയിരുന്നു. ബൈ ഡിഫോൾട്ട് ഞാൻ വാച്ച് പുറത്തെടുത്തപ്പോൾ തന്നെ വാച്ച് ഓൺ ആയിരുന്നു. അത് നോയ്സ് വാച്ചുകൾ നമ്മൾ കാണാറില്ല. നോയ്സ് വാച്ചുകൾ സാധാരണ ഒരു QR കോഡ് വരും, എന്നിട്ട് പ്ലീസ് സ്കാൻ വിത്ത് യുവർ ആപ്പ് ടു പെയർ എന്ന് പറഞ്ഞ് പെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിനകത്ത് എന്താണെന്നറിയില്ല, വാച്ച് പൊട്ടിച്ച സമയത്ത് തന്നെ അതിനകത്ത് ഓണായിട്ട് ഈ ഒരു പെയർ ഒന്നും ചെയ്യാതെ പോലും നമുക്ക് വാച്ച് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സ്റ്റേറ്റിലായിരുന്നു. നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ബൈൻഡ് വാച്ച് കൊടുത്തപ്പോൾ തന്നെ പെയറായി. സോ ഈ ഒരു കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വാച്ചിനകത്ത് നമുക്ക് മുകളിൽ നിന്ന് താഴെ വലിച്ചു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ, ഫൈൻഡ് മൈ ഫോൺ സെറ്റിംഗ്സ് എന്നിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. താഴെ നിന്ന് മുകളിലേക്കാണെങ്കിൽ നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുവാണെങ്കിലാണ് ഇതിൻ്റെ മെനു വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഹാർട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഹാർട്ട് റേറ്റ്, പിന്നെ ട്രെയിനിങ് മോഡുകൾ, വർക്കൗട്ട് മോഡുകൾ,
പിന്നെ അത്തരത്തിലുള്ള സ്ലീപ്പ് മോണിറ്ററിങ് അങ്ങനത്തെ മെനു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വാച്ച് ഫേസ് മാറ്റണമെങ്കിൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് അതിനകത്തുള്ള വാച്ച് ഫേസുകൾ മാറ്റാൻ പറ്റും. പിന്നെ കൂടുതൽ വാച്ച് ഫേസ് നമ്മൾ നേരത്തെ ആപ്പിൽ കണ്ടല്ലോ, അവിടെ നിന്ന് നമുക്ക് കയറ്റാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ ഞാൻ പറഞ്ഞ വാച്ച് സ്റ്റൈലിഷ് ആണ്, പ്രീമിയം ബിൽഡാണ്, സ്ട്രാപ്പ് കൊള്ളാം, മെറ്റാലിക് കേസിംഗ് ആണ്, സീംലെസ് പെയറിംഗ് ആണ്, ഡിസ്പ്ലേ കൊള്ളാം, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, പക്ഷേ ഏതൊരു പ്രൊഡക്റ്റ് ആയാലും അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡ്രോബാക്കുകളുണ്ടാകും. അപ്പോൾ ഇതിൽ എനിക്ക് ഡ്രോബാക്ക് ആയിട്ട് തോന്നിയ ഒന്നാമത്തെ കാര്യം, എനിക്ക് പ്രൈമറി കൺസേൺ ആയിട്ട് തോന്നിയത് ഡിസ്പ്ലേ നല്ലതാണ്, പക്ഷേ ഇൻഡോർ യൂസിനാണ് പക്ക. ഔട്ട്ഡോർ യൂസിൽ കൊണ്ടുപോകണമെങ്കിൽ ബ്രൈറ്റ്നെസ് പഴയ നോയ്സ് വാച്ചുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു പൊടിക്ക് കുറവാണ്. അപ്പോൾ കുറേ ബ്രൈറ്റ്നസ് ആയി കഴിഞ്ഞാൽ ആ ഒരു LCDയുടെ ബാക്ക് ലൈറ്റ് ബ്ലാക്ക് കളറിൽ കാണാതിരിക്കാനായിട്ട് അവർ ചിലപ്പോൾ ലിമിറ്റ് ചെയ്തതായിരിക്കാം. എന്നാൽ പോലും ബ്രൈറ്റ്നസ് ഒരു പൊടിക്ക് കൂടെ കൂട്ടണം. ഇനി രണ്ടാമത് പ്രൈസ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് SpO2 സെൻസർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബ്ലഡ് ഓക്സിജൻ മോണിറ്ററിങ് കിട്ടുന്നില്ല, ഹാർട്ട് റേറ്റ് സെൻസിങ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഇനി അതേപോലെ ഞാൻ കോൾ വരുമെന്ന് പറഞ്ഞു, കോളറിൻ്റെ പേര് ഇത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു കട്ട് ചെയ്യാനുള്ള ബട്ടൺ കിട്ടുന്നുണ്ട്. ഓർമ്മയുണ്ടോ, പഴയ നോയ്സ് വാച്ചുകൾ നമ്മൾ റിവ്യൂ ചെയ്തപ്പോൾ അതിനകത്ത് മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ടായി, കോൾ സൈലൻ്റ് ആക്കുന്നത്. ആ സാധനം ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ കട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ നോക്കി, പവർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാച്ചിൽ നിന്ന് ആ ഒരു കോൾ സ്ക്രീൻ പോകുന്നല്ലാണ്ട് ഫോണിൽ മ്യൂട്ട് ആവുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു ഫേംവെയർ അപ്ഡേറ്റ് അതിനകത്ത് ഉണ്ട്. ഫേംവെയർ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഇപ്പോൾ അപ് ടു ഡേറ്റ് ആണ്. മേ ബി ഫേംവെയർ അപ്ഡേറ്റ് വഴി ആ ഒരു മ്യൂട്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആസ് ഓഫ് നൗ ഇല്ല. ഈ 3 കാര്യങ്ങളല്ലാതെ കാര്യമായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന കുറവുകളൊന്നും ഈ വാച്ചില്ല. ആക്ച്വലി 2919 റുപ്പീസ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ വളരെ വേർത്താണ്. മെറ്റാലിക് കേസിന് ഞാൻ പറഞ്ഞ പോലെ 2.5D കർവ്ഡ് ആയിട്ടുള്ള ഗ്ലാസ്, പിന്നെ ബാക്ക് സൈഡും അതേപോലെ ഒരു സെറാമിക് കൈൻഡ് ഓഫ് ഇതാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല ബാക്ക് സൈഡിലും. പിന്നെ സ്ട്രാപ്പും നല്ലതാണ്. സ്ട്രാപ്പിൻ്റെ അറ്റത്ത് എന്താ പറയുക, 2 ബക്കിളുകളുണ്ട് നമുക്ക് സ്ട്രാപ്പിൽ വെക്കാനായിട്ട്. സോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ വളരെ എനിക്കിഷ്ടപ്പെട്ടു. ഇത്രയും നാളും ഇറക്കിയ നോയ്സ് വാച്ചുകളിൽ വെച്ച് SpO2യുടെ ഒരു കുറവുണ്ട് എന്നല്ലാതെ ബിൽഡ് ക്വാളിറ്റി വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ച് ഇത് തന്നെയാണ്. പിന്നെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ചാർജ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ചാർജ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകെ ജസ്റ്റ് മാഗ്നറ്റിക് ആയിട്ടാണ് ചാർജിങ് കേബിൾ അറ്റാച്ച് ചെയ്യണത്. അപ്പോൾ ഒരു ആനിമേഷൻ, നമുക്ക് ചാർജിങ് ആനിമേഷനൊക്കെ വരുന്നുണ്ട്. ആ മാഗ്നറ്റ് കുഴപ്പമില്ല, വളരെ വീക്ക് ആയിട്ടുള്ള മാഗ്നറ്റ് അല്ല, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റ് അല്ല. പക്ഷേ ഇതിൻ്റെ കേസിങ് കുറച്ച് ഹെവിയാണ്, ഡെൻസ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു മാഗ്നറ്റ് ഒന്ന് പ്രോപ്പറായിട്ട് വെച്ചില്ലെങ്കിൽ തിരിച്ചും മറിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറുതായിട്ട് ഒന്ന് മാഗ്നറ്റ് ആയതുകൊണ്ട് വിട്ടുവരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ മേടിക്കുവാണെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് ചാർജ് ചെയ്യുക. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഇതിന് മുന്നേ ഒരു നോയ്സിൻ്റെ വാച്ച് മേടിച്ചിട്ട് ആളെന്ത് ചെയ്യുന്നു വെച്ചാൽ പുതിയ വാച്ചാണ് കിട്ടി, പക്ഷേ ചാർജ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ചാർജ് ചെയ്യാനായിട്ട് വെച്ചിട്ട്, പക്ഷേ അലക്ഷ്യമായിട്ടാണ് ചാർജ് ചെയ്യാനായിട്ട് വെച്ചിട്ട് പോയത്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴാണ് മാഗ്നറ്റ് രണ്ടും ഇങ്ങനെ ഒട്ടിയിട്ടില്ല, ഒരെണ്ണം ഇതിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായി. എന്തോ വെച്ചതിൻ്റെ പ്രശ്നമാണ്. സോ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഓൾറെഡി ചെയ്തവരാണെങ്കിൽ ഓൾ ആണോ നോക്കുക, നോട്ടിഫിക്കേഷൻ കുറേ ആൾക്കാർക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.